ബാക്കി കാര്യം. ഐ എം സോറി സർ, മൾട്ടിപ്പിൾ കോമ്പൗണ്ട് ഫ്രാക്ചർ ആണ്. മാത്രമല്ല നീ ക്യാപ് തകർന്നിരിക്കുകയാണ്. കാൽ മുറിച്ചു കളയേണ്ടിയിരിക്കുന്നു. ചെലവ് കൂടുതലാണെങ്കിലും റിട്സ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതാണ് ഭംഗി. വൈകുന്നേരം ഫ്ലൈറ്റ് ഉണ്ട്. അവിടുത്തെ ബോൺ സ്പെഷ്യലിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നതാണ് നല്ലത്. മുഖ്യം എക്സ്പെൻസ് ഒരു പ്രശ്നമല്ല. അവസാനത്തെ ഒരു ചാൻസ് കൂടി നോക്കാം. എന്നിട്ടും കാല് മുറിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ വി കോണ്ട് ഹെൽപ്പ് ഇറ്റ്. എല്ലാവരും വിളിച്ചു വരുന്നതല്ലേ. ചേട്ടാ, അത് ഞാനിപ്പോ വിളിച്ചത് ഒരു കാര്യം പറയാനാണ്. എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനും ഒപ്പം ഇരിക്കാനൊന്നും സമയമില്ല. അവനോടൊപ്പം നിതിൻ പോയി അവനെ അവിടെ അഡ്മിറ്റ് ചെയ്യണം. ഐ വിൽ മീറ്റ് ഓൾ യുവർ എക്സ്പെൻസസ്. പ്രതീക്ഷകളെല്ലാം നടന്നാൽ മനുഷ്യർക്ക് അറിയാൻ മറന്നു പോവില്ലേ? ഇന്ന് പോകുന്നേ. വൈകിട്ട് ഞാൻ കാത്തിരിക്കും. ഞാൻ ഇനി വരില്ല. ആനന്ദ്, ഞാൻ വന്നാൽ അത് ശോഭയെ വേദനിപ്പിക്കാൻ വേണ്ടി മാത്രമാവും. അത് വേണ്ട. നമുക്കിനി ഒരുമിച്ച് തുള്ളിച്ചാടാനാവില്ല, നൃത്തം വയ്ക്കാനാവില്ല. ഹൃദയം തുറന്ന് ചിരിക്കാനോ പിണങ്ങാനോ കൂടിയാവില്ല. ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. പറയാൻ എളുപ്പമാണെന്നറിയാം. എങ്കിലും കഴിഞ്ഞതെല്ലാം മറക്കാൻ നോക്കണം. എന്നെ കരയിച്ചു കിടന്നു അല്ലേ? ഇത് കേട്ടാത്തൊന്നും ഇപ്പൊ കരയല്ലെന്ന്. എനിക്ക് കഴിയാത്തത് ശോഭയോട് ചെയ്യാൻ പറയാ ഞാൻ. കരഞ്ഞോളൂ. കരയാൻ കഴിയുന്നത് ഭാഗ്യം ചെയ്തവരാ. ശോഭേ, 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 ആനന്ദ്, ആനന്ദ്, എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല ഡോക്ടർ. യു ആർ ഫൈൻ ആനന്ദ്. നിങ്ങളുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. നിങ്ങൾക്ക് കാൽ തിരിച്ചു കിട്ടും. കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. യു വിൽ ബി ഓൾ റൈറ്റ്. റിയലി? Thank you, doctor. It's all right. I'll see you tomorrow. Sleep well. Sweet dreams. ശോഭ ഇതറിഞ്ഞാൽ അവൾക്ക് എന്ത് സന്തോഷമായിരിക്കും. പൂർണ്ണമായും സുഖമാകാൻ 6 മാസമെങ്കിലും വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞാൻ അതിനിടയ്ക്ക് വരാം. എനിക്കൊരു ജോലിയൊക്കെ ശരിയായിട്ടുണ്ട് ബാങ്കിൽ. മൺഡേ എനിക്ക് ജോയിൻ ചെയ്യണം.
നീ ഇനി ഇവിടെ നിൽക്കണമെന്നില്ല. ഇങ്ങനെ പൊയ്ക്കോളൂ. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. പിന്നെ എനിക്കൊരു ഉപകാരം ചെയ്യാമോ? പറയാൻ എനിക്ക് മറ്റാരുമില്ല. നീ എന്താ ഇങ്ങനെയൊക്കെ പറയാനാനന്ദേ? ശോഭയെ കണ്ട് എല്ലാം അറിയിക്കണം. ശോഭയ്ക്കുള്ള എഴുത്തുകൾ ഞാൻ നിന്റെ പേരിൽ എഴുതാം. അവൾക്ക് എത്തിക്കണം. ഇത്രയുള്ളോ? ഏറ്റു. ഇനി നിനക്ക് അവളെ കാണണമെന്ന് തോന്നിയാലും പറഞ്ഞോ. അടുത്ത നിമിഷം ആരും അറിയാതെ അവളെ തൂക്കിയെടുത്ത് ഇവിടെ കൊണ്ടേ എത്തിക്കും. അതൊന്നും വേണ്ട. പറ്റുമെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് തോക്ക് ഒതുക്കാൻ നോക്ക്. അതിന് മാത്രം എനിക്ക് പേടിയുള്ളൂ. വഴിയുണ്ട്. പിന്നെ ഈ പോസ്റ്റ്മാൻ ജോലി ചെയ്യുന്നതിന് പ്രത്യേക ശമ്പളം തരണം. നിന്റെ ചേട്ടൻ കുറെ കാശ് ഏൽപ്പിച്ചിട്ടുണ്ട്. നിന്റെ 6 മാസത്തെ എല്ലാ ചെലവും ഇവിടെ കൊടുത്തിട്ടുമുണ്ട്. ഇതാ ബാക്കി കയ്യിലിരിക്കട്ടെ. ഇനി എത്ര വേണമെങ്കിലും വിളിച്ച് പറഞ്ഞാൽ മതി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ മറ്റേ നീ പോയിട്ട് വേണം ടിക്കറ്റ് ശരിയാക്കാൻ. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഇടയിൽ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ടവനെ. പക്ഷേ നിന്നെപ്പോലൊരു കൂട്ടുകാരനെ കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. എന്താ സാറേ ഇവിടെ ഒറ്റയ്ക്ക്? ഓ, വെറുതെ തടാകക്കര വരെ പോകാനുള്ള പെർമിഷൻ ഉണ്ട്. ആരാന്ന് കൊണ്ടുപോവുക? എനിക്കിവിടെ എല്ലായിടത്തും പോകാനുള്ള പെർമിഷൻ ഉണ്ട്. ഞാൻ കൊണ്ടുപോകാം. എന്നോട് പറഞ്ഞാ പോരായിരുന്നു. അത് കൊള്ളാം. സാറേ, ഞാൻ പറ്റിക്കുന്നവനെന്നാ എല്ലാരും പറയുന്നത്. അസൂയ കൊണ്ടാ. എല്ലാവരും എന്നെ പോലെ കഴിയണമെന്ന് മോഹമുണ്ട്. പക്ഷെ സാധിക്കുന്നില്ല. കഴുത മക്കത്ത് പോയ ഹാജിയാവോ? അതാ അസൂയ. എന്താ നടത്തിയത്? ഒരു 2 രൂപ തന്നു സാറേ. എന്തിനാ മുത്തു? ദൈവത്തിന് കൊടുക്കാൻ. ദൈവത്തിനോ? ഒരു 2 രൂപ തന്നു സാറേ. ഇപ്പൊ വരാം. എടാ ദൈവം, എത്രയാ? ഒരു 150. പറഞ്ഞു ശരി. കാല് വയ്യെങ്കിലും വെള്ളടിക്ക് കുറവില്ലല്ലേ? വല്ലയിടത്തും വീണ് ഒഴിഞ്ഞതാവും. അതെ. ആരെന്നറിയില്ല, പേരും. ഒന്ന് മാത്രം അറിയാം, കൊഞ്ഞനം കുത്താൻ അറിയാവുന്ന ഒരു കുസൃതി കുട്ടി. എഴുത്തെത്രയായി? എന്നിട്ടെന്റെ മറുപടി എഴുതത്ത്? എന്തെഴുതാനല്ലേ? എന്തെങ്കിലും എഴുതുന്നേ. എന്ന് ആനന്ദ്. അല്ല, എന്ന് നിന്റെ ആനന്ദ്.